2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ കയ്പമംഗലത്ത് വെള്ളക്കെട്ട് ദുരിതം. കയ്പമംഗലം 12-ാം വാർഡ് മനക്കേപ്പാടം നെഹ്റു റോഡ് പരിസരത്തെ കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. 2 ദിവസമായി തുടരുന്ന മഴയിലാണ് ഈ പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടുണ്ടായത്. 10ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. നിരവധി വീടുകൾ വെള്ളക്കെട്ടിലുമായി. വെള്ളം കയറിയ വീട്ടുകാർ ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറ്റുകയും ചെയ്തു. പ്രദേശത്തെ സേവന അംഗൻവാടിയിലും വെള്ളം കയറി. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 3 പടിക ബൈപ്പാസിന് സമീപത്തെ വീടുകളിലാണ് വെള്ളക്കെട്ടുള്ളത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരു 5-6 വീട്ടിലിപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. 25ഓളം വീടുകളിൽ ഇപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതി. മൊത്തത്തിൽ വെള്ളം ഈ ഭാഗം, ഈ ദേശീയപാതയുടെ തൊട്ട് കിഴക്കേ ഭാഗത്ത് മൊത്തം അംഗൻവാടി ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കണം. ബൈപ്പാസിൻ്റെ തൊട്ട് കിഴക്കേ ഭാഗം. പിന്നെ എവിടെയെന്ന് വെച്ചാൽ ഇവിടെ വീടുകളിൽ നിന്ന് വെച്ചാൽ സ്ത്രീകളും മറ്റേ കുട്ടികളൊന്നും ഇന്നലെ താമസിക്കാൻ പറ്റാതെ തൊട്ട അയൽവക്കത്തേക്കാണ് പോയി താമസിച്ചിരുന്നത്. എന്ന് വെച്ചാൽ വെള്ളം കയറിയിട്ട് വീട്ടിലിപ്പോൾ നമുക്ക് രാവിലത്തെ നമ്മൾ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇവിടെ എത്ര പേർക്ക് വീടുകളുണ്ടെങ്കിലും വെള്ളം ഇങ്ങനെ വന്ന് ഉയർന്ന് നിൽക്കൽ പതിവുണ്ടായിരുന്നില്ല. ഇപ്പം അശാസ്ത്രീയമായിട്ട് ബൈപ്പാസിൻ്റെ നിർമ്മാണം വന്നോടുകൂടിയിട്ടാണ് ഇവിടെ ആകെ നിരന്തരം വീടുകളിലേക്ക് 10-15 വീടുകളിലേക്ക് വെള്ളം കയറിയതും ഇതുപോലത്തെ വെള്ളക്കെട്ടും. അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോയിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മൂടപ്പെട്ടു പോയി. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. റോഡ് പണിയുന്നതിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ പലതും നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.